നമസ്കാരം. പതിരും കതിരും. ബാക്ടീരിയേക്കാൾ ചെറുതും ജീവകോശങ്ങളിൽ മാത്രം പെറ്റുപെരുകുന്നതുമായ ജീവികളാണല്ലോ വൈറസ്. ജീവനുള്ളവയ്ക്കും ജീവനില്ലാത്തവയ്ക്കും ഇടയിലുള്ള കണ്ണിയായി ഇതിനെ കണക്കാക്കുന്നു. ശരീരത്തിന് പുറത്തുള്ളപ്പോൾ നിർജീവമാണെങ്കിലും മനുഷ്യൻ്റെ ജീവകോശങ്ങളിൽ പ്രവേശിച്ചാൽ ഇവ സജീവമാകും. അതെ, പുറത്തുള്ളപ്പോൾ നിർജീവമാണെങ്കിലും പാർട്ടി ശരീരത്തിനുള്ളിൽ പെട്ടുകഴിഞ്ഞാൽ ഭീകര സ്വരൂപിയായി മാറുന്നൊരു വൈറസാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസം. ഇപ്പോൾ ശുദ്ധമായിട്ടിരിക്കുന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലോ ജീവകോശങ്ങളിലോ ഇതിന് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുക വളരെ സങ്കീർണമായ പരിവർത്തനങ്ങളാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിവാദമുണ്ടാക്കിയ ഒന്നായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് കേസ്. 2024 പോളിംഗ് ദിനത്തിൻ്റെ തലേന്ന് ഷാഫി പറമ്പിൽ MP-യെ ദീനിയായ മുസ്ലിമായും കെ ശൈലജയെ കാഫിറായും ചിത്രീകരിച്ചുകൊണ്ടുള്ള ആ സ്ക്രീൻഷോട്ട് ഒരു വലിയ വർഗീയ ചേരിതിരിവിന് ഇടയാകേണ്ടതായിരുന്നു. MSFൻ്റെ പ്രവർത്തകനായ PK മുഹമ്മദ് കാസിം വാട്സാപ്പിൽ അയച്ചതെന്ന പേരിൽ പ്രചരിച്ച വ്യാജ സ്ക്രീൻഷോട്ട് ഏറെ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചു. അതോടെ CPMൻ്റെ സകല നേതാക്കളും വടകരയിലേക്ക് മാർച്ച് ചെയ്തു. DYFയുടെ അഖിലേന്ത്യാ നേതാവായ ഡെബിളെ റഹീം സാംബശിവൻ കഥാപ്രസംഗം നടത്തുന്നത് പോലെ അവിടെ ചെന്ന് പ്രസംഗിച്ചത് വിഷം, കൊട്ടും വിഷം എന്നാണ്. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ് ഷാഫി പറമ്പിൽ MLA എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതോടെ ടീച്ചറമ്മ കരഞ്ഞു തളർന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തളർന്ന് വീഴുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു. ടീച്ചറമ്മയുടെ ദുഃഖം CPMൻ്റെയും DYFയുടെയും മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖമായി പരിണമിച്ചു. കോവിഡ് കാലത്ത് ലോകത്തിനു വേണ്ടി ഉണർന്നിരുന്ന ശൈലജയുടെ കണ്ണീര് വടകരയുടെ മണ്ണിൽ വീണു. LDFൻ്റെ പരാതിയിൽ കാസിം എന്ന MSFകാരനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. എന്നാൽ ഹൈക്കോടതി ഇടപെട്ടതിനെ തുടർന്ന് ഒരു അന്വേഷണം നടന്നു. DYFI പ്രവർത്തകൻ റിബേഷ് രാമകൃഷ്ണനാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്ന് കണ്ടെത്തി. ഇതിന് പിന്നാലെ കേസ് അന്വേഷണം വടകര പോലീസ് അവസാനിപ്പിക്കുകയും ചെയ്തു. സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചതിൽ CPMൻ്റെ സമുന്നതരായ നേതാക്കളും ഉണ്ടായിരുന്നു. KK ലതികയായിരുന്നു ഈ സ്ക്രീൻഷോട്ട് പങ്കുവച്ച മറ്റൊരു ധീരയായ വിപ്ലവകാരി. പോലീസ് ആവശ്യപ്പെട്ടിട്ട് പോലും അവരത് പിൻവലിക്കാൻ തയ്യാറായില്ല. ഈ വിവാദത്തോടു കൂടി തങ്ങൾ രക്ഷപ്പെട്ടതായി CPM കരുതി. വടകരയിൽ നടന്ന നൈറ്റ് മാർച്ചൊക്കെ കണ്ടാൽ ശൈലജ ടീച്ചർ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് തോന്നി. ഭരണം മാറി, പോലീസ് വീണ്ടും അന്വേഷണം നടത്തി. ഇപ്പോഴത്തെ കാഫിർ കേസിൽ പുതിയ വഴിത്തിരിവ്. DYFയുടെ മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗവും CPMൻ്റെ തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കരൻ അറസ്റ്റിലായിരിക്കുന്നു. നോക്കണേ, ഒരു DYFI നേതാവ് എങ്ങനെയാണ് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നതെന്നും വർഗീയ വിഷം ചീറ്റുന്നതെന്നും. പൊതിച്ചോറാണ് ഇവർ സമൂഹത്തിൽ വിതരണം ചെയ്യുന്നതെങ്കിലും വിഷച്ചോറാണ് തല നിറയെ. എബോളയും കോവിഡും നിപയും പരത്തുന്ന വൈറസുകളെക്കാൾ ഭീകരമാണ് ഇവരുടെ മനസ്സ്. എന്തിനാണ് ഈ കേരളത്തിൽ ഇങ്ങനെയൊരു യുവജന സംഘടന? ഇവന്മാരുടെ കൊടിയിലെ ഉണക്ക നക്ഷത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നതൊക്കെ എന്തൊരു വേദാന്തങ്ങളാണ്. നമ്മൾ പൂക്കുന്നിടത്താണ് വസന്തം. ജനാധിപത്യം, സ്വാതന്ത്ര്യം, സോഷ്യലിസം മറ്റൊന്ന്. ഒന്നാലോചിച്ചാൽ പിണറായി ഭരണം തുടരുകയാണെങ്കിൽ ഇതുപോലെയുള്ള വൈറസുകൾ ഈ ഭരണത്തിൻ്റെ കീഴിൽ എന്തൊക്കെ പണി ഒപ്പിക്കുമായിരുന്നു. ഈ നാടിനെ കത്തിക്കാൻ പോകുന്ന വിഷവിത്താണ് താൻ വാരി വിതറിയത് എന്ന് ഉള്ളാലെ ചിരിച്ച് ഈ ചെറുപ്പക്കാരൻ സമൂഹത്തിൽ വീണ്ടും ഞെളിഞ്ഞു നടക്കുമായിരുന്നു. ഇത്തരം വിഷവൃക്ഷങ്ങൾ വളർന്നു വലുതായാൽ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ അപ്പോൾ എന്തായിരിക്കും? ഇതിനൊക്കെ നിത്യവും വളമിടാനും വെള്ളം കോരാനും മുതിർന്ന നേതാക്കൾ ഉണ്ടെന്നുള്ളതാണ് അത്ഭുതം. ഇപ്പോഴും CPMൻ്റെ നേതാക്കന്മാർ പറഞ്ഞു നടക്കുന്നത് എന്താണ്? ഞങ്ങളുള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ വർഗീയ കലാപം നടക്കാത്തത് എന്ന്. ഞങ്ങൾ ഈ നാടിൻ്റെ കാവൽക്കാരാണല്ലോ. സ്വന്തമായി തലയും തലച്ചോറുമുള്ള ചിന്താശേഷിയുള്ള മനുഷ്യർ ഈ മണ്ണിൽ ജീവിക്കുന്ന കാലത്തോളം നിങ്ങളുടെ നെറുകേടുകൾ ഇനി നടക്കില്ല. നിങ്ങളുടെ കാവലും ഇനി ആർക്കും വേണ്ട. ഒന്നും അറിയാത്ത പാപ നിഷ്കളങ്കമൊന്നുമല്ല ഈ ശൈലജ ടീച്ചർ. അവർക്കും ഇതൊക്കെ അറിയാം. ശൈലജയുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് ഗോവിന്ദനായിരുന്നു അന്നൊരു പ്രചരണം നടത്തിയത്. ഗോവിന്ദനല്ലാതെ ഈ ലോകത്താരും തന്നെ അത് കണ്ടിട്ടുമില്ല. എന്നിട്ടും വലിയ വായിൽ വർത്തമാനം പറയുന്നത് കേൾക്കണം പിണറായി. 4 വോട്ടിന് വേണ്ടിയും 4 സീറ്റിന് വേണ്ടിയും എന്ത് ചെറ്റത്തരവും ചെയ്യുന്നവരല്ല ഞങ്ങൾ. എന്തിനാ 4 സീറ്റ്? ഒരു പഞ്ചായത്ത് വാർഡ് ജയിക്കാൻ പോലും നിങ്ങൾ എന്ത് അധമ രാഷ്ട്രീയവും പയറ്റുന്നവരാണ്. ഇലക്ഷന് ജയിക്കാൻ എന്തെല്ലാം കുത്തിത്തിരിപ്പുകളാണ് ഈ സഖാക്കൾ ഉണ്ടാക്കിയത്. കേരളത്തിൽ വർഗീയത കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം നേടാനാകില്ലെന്ന് വടകരയ്ക്ക് പുറമെ പേരാമ്പ്രയും തെളിയിച്ചില്ലേ? അവിടെ ജീപ്പിൽ മൈക്ക് വെച്ച് കെട്ടിയായിരുന്നു അനൗൺസ്മെൻറ്റ്. വർഗീയത തുരത്താൻ ഞങ്ങൾ വേണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയും. എന്നിട്ട് സ്വന്തമായി കുത്തിത്തിരിപ്പുണ്ടാക്കും. ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ തോന്നിയ ഒരു നീച വിചാരം ഒന്ന് ചിന്തിച്ചു നോക്കൂ.
സ്വന്തം സ്ഥാനാർത്ഥിയെ കാഫർ എന്ന് വിളിക്കുക, എതിർ സ്ഥാനാർത്ഥിയെ വിശുദ്ധനായി ചിത്രീകരിക്കുക, എന്നിട്ട് അത് പ്രചരിപ്പിക്കുക. ഡിവൈഎഫ്ഐക്കാരനെ അറസ്റ്റ് ചെയ്തപ്പോൾ പൊതിച്ചോറും രക്ഷാപ്രവർത്തനവുമായി എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ സ്ഥലത്തെത്താതിരുന്നത്? കല്ലും കട്ടയും മുട്ടയും എറിഞ്ഞ് എന്തുകൊണ്ട് അന്വേഷണ സംഘത്തെ തുരത്തിയില്ല? കുടിച്ച വെള്ളത്തിലും കാണുന്ന നിഴലിലും പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വർഗമായി ഈ യുവജന സംഘടന മാറിക്കഴിഞ്ഞു. AKG സെന്ററിന്റെ 4ാം നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ക്യാപ്സൂൾ ഫാക്ടറിയും പൂട്ടിയ മട്ടാണ്. ഡിവൈഎഫ്ഐ നേതാവിനെ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ശൈലജ ഒരക്ഷരം പോലും മിണ്ടാത്തത്? കുന്തത്തിൽ കയറി അതിരാവിലെ തെക്കോട്ട് പോയ റഹീമിനെ ആരും പിന്നെ കണ്ടിട്ടില്ല. ഈ ചെങ്കോടിയുണ്ടല്ലോ അതങ്ങ് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരെ ഇളക്കി വിട്ടിട്ട് പോയ പോക്കാണ്. ഇത്രയും വലിയൊരു വർഗീയ പ്രചാരണം നടത്തിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ അന്നും പോലീസിന് കഴിയുമായിരുന്നു. അന്വേഷിച്ചു പോയാൽ അകത്താകുന്നത് ഡിവൈഎഫ്ഐക്കാരനാണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. വർഗീയത പറഞ്ഞും സ്വന്തം അണികളെ ഇരുട്ടിൻ്റെ മറവിൽ രക്തസാക്ഷിയാക്കിയും ചതിച്ചും അധികാരത്തിലേറുന്ന വൃത്തികെട്ട രാഷ്ട്രീയം എന്ന് അവസാനിപ്പിക്കും ഈ CPM?